ചില ആളുകൾക്ക് അബദ്ധം സംഭവിക്കുന്നത് ഭാഷാപരമായ പരിജ്ഞാനക്കുറവ് കൊണ്ടാണ്. ഒരു പദം എവിടെ നിന്നാണ് നിഷ്പന്നമായത് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോവുകയും അവർ അള്ളാഹു ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതാണ് ഇസ്ലാമിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന വിഷയത്തിൽ മൗദൂദി സാഹിബിനെ പോലുള്ള ആളുകൾക്ക് സംഭവിച്ചത്. അദ്ദേഹം അനുസരണം, അടിമത്വം എന്ന കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നതോടുകൂടെ പുതിയ ഒരു ആശയം അതിലൂടെ ജനിക്കപ്പെടുകയായി എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് ഖുർആനിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ആ വ്യാഖ്യാനം നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ നമ്മുടെ ഭാഷാ പരിജ്ഞാനക്കുറവ് കൊണ്ടോ നമ്മുടെ നിഷേധത്തെ സ്ഥാപിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള ഇച്ഛയെ സ്ഥാപിക്കാനോ ഒന്നും ആകരുത്. മറിച്ച് അതിന്റെ കൃത്യമായ വ്യാഖ്യാന രീതി പാലിച്ചുകൊണ്ട് പഠിച്ച, അറിഞ്ഞ, മനസ്സിലാക്കിയ മുഫസ്സിറുകളുടെ വ്യാഖ്യാനത്തെ നാം പിൻപറ്റുകയാണ് വേണ്ടത്. അത് മനസ്സിലാക്കിയാണ് നമ്മൾ വേണ്ടത്.